കൊച്ചുകുട്ടികളുടെ കളിക്കൂട്ടുകാരാണ് പാവകൾ. കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷവും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ നിറവും പ്രകാശവും പകരുകയാണ് കിഴക്കമ്പലത്തെ സംരംഭകയായ സിന്ധു. ഈ പാവ നിർമ്മാണത്തിനിടയിൽ സിന്ധുവിൻ്റെ വലത് കൈപ്പത്തി അറ്റുപോയി. ആ പ്രതിസന്ധിയിലും തളരാതെ സിന്ധുവിൻ്റെ ടോയ് ഫോറസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. ടോയ് ഫോറസ്റ്റ് എന്ന ബ്രാൻഡിന് പിന്നിലെ കരുത്തിനെ നമുക്ക് തിരിച്ചറിയാം. പല നിറങ്ങളിലുള്ള പഞ്ഞി നിറച്ച പാവകളാണ് ടോയ് ഫോറസ്റ്റ് പുറത്തിറക്കുന്നത്. ഈ ബ്രാൻഡിന്റെ തലയും തലച്ചോറുമെല്ലാം സിന്ധുവാണ്. വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമായിരുന്നു ബിസിനസ്. 2017 കിഴക്കമ്പലത്ത് ചെറിയ രീതിയിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. എന്നാൽ ഇടയ്ക്ക് വെച്ച് അപകടം വില്ലനായി. ചെറിയ അശ്രദ്ധയ്ക്ക് പകരം നൽകേണ്ടി വന്നത് വിരലുകളാണ്, അതും വലത് കൈയുടേത്. ഇടറി വീണെങ്കിലും അവിടെ നിന്നും ചാടി എഴുന്നേൽക്കാൻ ഈ പാവകളുടെ നിറങ്ങൾ മാത്രം മതിയായിരുന്നു സിന്ധുവിന്. എഴുന്നേൽക്കുക മാത്രമല്ല, ബിസിനസ്സിൽ വലിയ ദൂരം പിന്നിടാൻ ഇക്കാലം കൊണ്ട് സാധിച്ചു. ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് 2022 ഓഗസ്റ്റിലാണ്. അതൊരു ഫ്രീക്ക് ആക്സിഡൻ്റ് എന്ന് വേണേൽ പറയാം. ബട്ട് ഐ ലേൺഡ് എ ലോട്ട് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്. നമ്മുടെ തന്നെ ഇവിടെ ഒരു മെഷീനിൽ ഞാൻ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചൊരു ആക്സിഡൻ്റാണ്. എൻ്റെ റൈറ്റ് ഹാൻഡ്, എൻ്റെ ഫിംഗേഴ്സ് എല്ലാം പോയി. ആൻഡ് ഇപ്പോഴും അതൊരു ഐ എം ജസ്റ്റ് റീലേണിങ്, അൺലേൺ ചെയ്യുവാണ്. റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തുകൊണ്ട്. ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിലും ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ ഒരു കാര്യം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ റിസോഴ്സസ് വളരെ കുറവാണ്. സോ ഏതൊരു പ്രോസസ്സും ഇപ്പോൾ ചെയ്യുന്നത് ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ബെറ്റർ and with little resources, because now I don't have one hand, so I try to find easier ways of doing it. Our incident it was a life changing experience for me, but annum ende oru idea ennu parayunnathu whatever happens the show must go on. കോളേജിലെ സുഹൃത്തുക്കൾ നൽകിയ കൃത്രിമ കൈയുമായാണ് സിന്ധു മുന്നോട്ട് പോകുന്നത്. ഇതൊരു ബയോണിക് ആമാണ്. ഇത് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് എനിക്ക് ഡൊണേറ്റ് ചെയ്തൊരു കൈയാണ്. സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ദെം ഫോർ ഗിവിങ് മീ ദിസ്, ബിക്കോസ് ഇഫ് നോട്ട് ഫോർ ദിസ് എനിക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല. സോ ഞാൻ IIM കോഴിക്കോടിൻ്റെ ഒരു അലുമിനൈ ആണ്. ആ അലുമിനൈ ഗ്രൂപ്പ് വിച്ച് ഡൊണേറ്റഡ് ദിസ് ബയോണിക് ആം ഫോർ മീ. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മുന്നോട്ട് കുതിക്കുന്ന സിന്ധുവിനൊപ്പമുള്ള ജോലിക്കാരെല്ലാവരും സ്ത്രീകളാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് ജോലി നൽകണമെന്നത് സിന്ധുവിന്റെ ആദ്യം മുതൽക്കേയുള്ള കാഴ്ചപ്പാടാണ്. സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ടോയ് ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നത്. സാധാരണക്കാർക്ക് അവസരങ്ങൾ നൽകുമ്പോൾ അത്ഭുതകരമായ കഴിവുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് സിന്ധുവിന്റെ അനുഭവം. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ മാൻ പവർ കിട്ടുക എന്നുള്ളതാണ്. ആൻഡ് ആദ്യകാലത്ത് ഇങ്ങനൊരു ഫോർ ലേഡീസ് എന്നുള്ളൊരു ഐഡിയ വന്നെങ്കിലും ഐ തോട്ട് എവിടെ നിന്ന് ആൾക്കാർ വരുമെന്ന്. ബട്ട് നൗ ഇഫ് യു സീ അറൗണ്ട്, നമുക്കിവിടെ ലോക്കൽ തന്നെ ഇഷ്ടം ഒരു വലിയ ടാലൻറ്റ് പൂൾ തന്നെയാണ്. നമ്മൾ ഒരാൾക്കൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഓർ വി ഹെൽപ്പ് ദെം, വി എംപവർ ദെം, വി മോട്ടിവേറ്റ് ദെം. അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇമ്മെൻസ് പൊട്ടൻഷ്യലാണ്. ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ്. അതിപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ അതിനെ അടിച്ചമർത്താം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫ്ലറിഷ് ചെയ്യാൻ സമ്മതിക്കാം. സോ എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ലെറ്റ് എവരിബഡി ഫ്ലറിഷ്. ലോകത്തെ ഏറ്റവും അധികം പാവകൾക്ക് മാർക്കറ്റുള്ളത് ഇന്ത്യയിലാണ്. എന്നാൽ ഇതുണ്ടാക്കാൻ നിലവാരമുള്ള മെറ്റീരിയലുകൾ ഇവിടെ ലഭ്യമല്ല എന്നതാണ് വലിയ പ്രതിസന്ധി. അതിനാൽ ടോയ് ഫോറസ്റ്റിലേക്കുള്ള മെറ്റീരിയലുകൾ എത്തുന്നത് വിദേശത്ത് നിന്നാണ്. ടോയ് ഇൻഡസ്ട്രി നമ്മുടെ പല ബഡ്ജറ്റിലും പറഞ്ഞിട്ടുള്ള ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ കോർ ഇൻഡസ്ട്രി ഓർ ഇന്ത്യ ഷുഡ് ബി ദ ഗ്ലോബൽ ടോയ് ഹബ് എന്നുള്ളൊരു ആഹ്വാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫ്രം അവർ ഓൺ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ. നമുക്കിപ്പോഴും വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ കൺട്രീസ് ഫോർ ദ പെർഫെക്റ്റ് ഓർ ദ ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴും ആ ഒരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ആസ് സച്ച് ഇന്ത്യയിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നടന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഞങ്ങളുടെ ഫാക്ടറിയിലാണെങ്കിലും വി ഇമ്പോർട്ട് റോ മെറ്റീരിയൽസ്. അതൊന്നും നമുക്ക് റോ മെറ്റീരിയൽസ്, ദ ബെസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ് ഇപ്പോഴും. ദാറ്റ് ഈസ് എ മേജർ ചലഞ്ച് ദറ്റ് ഐ ഹാവ് ഫേസ്ഡ്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായതിനാൽ പാവകൾ നിർമ്മിക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും വലിയ ശ്രദ്ധ വേണം. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് അമ്മമാരാണ് ടോയ് ഫോറസ്റ്റിൽ പാവകൾ ഉണ്ടാക്കുന്നത്. പലരും വീടുകളിൽ ചെറിയ തുന്നൽ ജോലികളുമായി കഴിഞ്ഞവരാണ്. വില കൂടിയ പാവകൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നതിന്റെ അത്ഭുതവും അഭിമാനവും
അവരുടെ വാക്കുകളിലുണ്ട്. ഇപ്പോൾ ടോയ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രിഞ്ചൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. എസ്പെഷ്യലി നമ്മൾക്കിപ്പോൾ പണ്ട് മുതലേ BIS ഉണ്ടെങ്കിലും ഇപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി സ്ട്രിഞ്ചൻ. നമുക്ക് മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ടു BIS സ്റ്റാൻഡേർഡ്. നമ്മൾ മാനുഫാക്ചറിങ് ലൊക്കേഷന് ഒരു BIS സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കാനൊക്കത്തുള്ളൂ. എവറിബഡി ഈസ് അവെയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്താണെന്നും ഇന്ത്യൻ മാർക്കറ്റും എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സും മെറ്റീരിയൽസുമാണ് നമ്മുടെ പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നത്. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ അങ്ങനെ വയ്ക്കണം. ഞാൻ വീട്ടിൽ തയ്ക്കണമായിരുന്നു. പിന്നെ പാവയൊക്കെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ മെറ്റീരിയലായിട്ട് ഇത്തിരി ആവാൻ ഇത്തിരി പ്രയാസമാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ പാവയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണണേണ്. സാധാരണ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കിന് അങ്ങനത്തെയൊക്കെ അല്ലേ, ഇതൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടിയ ഇതാകുമ്പോൾ. അതുപോലെ ഇപ്പം ഈ ആന പിന്നെ ഈ ജിറാഫൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ തയ്ക്കുമ്പോൾ നമുക്കൊന്ത് സന്തോഷമാണെന്നറിയാം. തയ്യൽക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. നമുക്കെല്ലാവർക്കും പാവകൾ ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ നമുക്ക് ഇതെല്ലാം തൊടാനൊക്കെ ആഗ്രഹമുള്ള ഒരു സാധനം അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ തയ്ക്കുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. മെറ്റീരിയൽസ് തയ്ച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നല്ല തൊട്ട് തലോടിയൊക്കെ നോക്കാറുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാലും നമുക്കതിൻ്റെ ഒരു മിസ്റ്റേക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് തയ്ച്ച് ശരിയല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മൂക്ക് ഇതൊന്നും ശരിയല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങളിലാണ് നിലവിൽ ടോയ് ഫോറസ്റ്റിലെ പാവകൾ നിർമ്മിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ സീറ്റോട് കൂടിയ പാവകളുമുണ്ട്. പല നിറങ്ങളിലും വലിപ്പങ്ങളിലും വിലയിലും പാവകൾ ഇവിടെ കാണാം. ടെക്നോളജി വൈസ് ആണെങ്കിലും ട്രെയിനിങ് വൈസ് ആണെങ്കിലും കുറച്ചും കൂടെ എളുപ്പവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വരുന്നത് ഈ ടോയ് മാനുഫാക്ചറിങ്ങാണ്. അപ്പം ആൻഡ് ഇറ്റ് ഈസ് ഫൺ ടു ഡു. പണ്ട് മുതലേ എനിക്ക് പേഴ്സണലി സൂയിങ്ങും ക്രാഫ്റ്റും എല്ലാം സ്കൂൾ കാലം മുതലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്. സോ ഐ ഓൾസോ എൻജോയ് വർക്കിംഗ് ഹിയർ. ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. നമ്മൾ ജനറിക് പ്ലഷ് ടോയ്സാണ് ഉണ്ടാക്കുന്നത്. അത് ഓരോ കസ്റ്റമർ പറയുന്ന രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൂടാതെ നമ്മുടെ ഓൺ പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അത് കൂടാതെ വി ആർ സ്ലോലി ഗെറ്റിംഗ് ഇൻ ടു അതർ എക്സ്പോർട്ട് മാർക്കറ്റ്സ് ഓൾസോ. അത് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. കോവിഡ് ആ സമയമായപ്പോഴത്തേനും അതെല്ലാം നിന്നുപോയി. നൗ വി ആർ ഫൈനലി റീ എൻറ്ററിങ് ദ മാർക്കറ്റ്സ്. 20 വർഷത്തെ സിന്ധുവിന്റെ സ്വപ്നമാണ് ടോയ് ഫോറസ്റ്റ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, കുസാറ്റ്, IIM കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് സിന്ധു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് 16 കൊല്ലം വിവിധ കമ്പനികളിൽ ജോലി ചെയ്തു. ശേഷമാണ് ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. ഇതൊരു ഡ്രീമാണ്. ഇങ്ങനൊരു ആശയം അല്ലെങ്കിൽ ഇതൊരു റിയാലിറ്റി ആക്കാന്നുള്ള കുറേ 10-20 കൊല്ലത്തെ ഒരു ഡ്രീമാണ്. അതിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോട്ട് ഈവൻ ദിസ് ആക്സിഡൻറ്റ് ക്യാൻ ഷുഡ് ബി എ റീസൺ. സോ ദാറ്റ് ഈസ് വൈ ആ ഒരു വാശിക്കാണ് ഇത് മുന്നോട്ട് പിന്നെയും കൊണ്ടുപോയത്. ബിക്കോസ് എന്ത് സംഭവിച്ചാലും ദിസ് ഷുഡ് നോട്ട് സ്റ്റോപ്പ്. ഷിയോ ബിസിനസ് എക്സലൻസ് അവാർഡ്, BIS അംഗീകാരം തുടങ്ങിയവ ടോയ് ഫോറസ്റ്റിന് ലഭിച്ചു കഴിഞ്ഞു. കുടുംബവും സുഹൃത്തുക്കളുമാണ് സിന്ധുവിന്റെ ഊർജം. ഒപ്പം ഒരിടത്തും തോറ്റുകൊടുക്കാത്ത ഇച്ഛാശക്തിയും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അനുഭവങ്ങളും വ്യത്യസ്തമാർന്ന കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.